സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു മന്ത്രവാദിയുടെ അനുഭവ സാക്ഷ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരും ആ സാക്ഷ്യം കേൾക്കാതെ പോകരുത്. ആ മന്ത്രവാദി പറയുന്ന ഒരു കാര്യം, അത് ഏത് വ്യക്തിയാണ്, എവിടെയുള്ള വ്യക്തിയാണ്, ഏത് മന്ത്രവാദിയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടി. അതിൽ ഞാൻ തിരുവചനത്തിൽ ധ്യാനിച്ച ഒരു ഭാഗമുണ്ട്, സംഖ്യാപുസ്തകത്തിൽ. ആ വിചാരം ഇസ്രായേലിന് ഏൽക്കയില്ല, സൂത്രവിദ്യ ഇസ്രായേലിന് ഫലിക്കയില്ല എന്നുള്ള ഒരു ഭാഗം സംഖ്യാപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ആ തിരുവചനത്തിൽ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു അനുഭവവും, എന്നിലൂടെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യവും എല്ലാമാണ്. പ്രിയ സഹോദരങ്ങളെ, ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ള സർവശക്തനായ പിതാവേ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. മഹാദൈവമേ, കർത്താവായ യേശുവേ, ഈ സമയം അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ പോകുന്നു. കർത്താവ് എന്നിലൂടെ സംസാരിക്കണം. വചനം കേൾക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണം. അവരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, സത്യദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനിടയാകട്ടെ. എല്ലാം അങ്ങയുടെ നാമോത്തത്തിനായി തീരണം. ഒരു അന്യശക്തികൾക്കും ഇതിൻ്റെ ഇടയിൽ പ്രവേശനം കൊടുക്കരുത്. അന്ധകാരത്തിൽ കഴിയുന്ന അനേകർ ഈ സുവിശേഷം കേട്ട് വെളിച്ചത്തിലേക്ക് വരുവാനിടയാകണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സുവിശേഷം കേൾക്കാൻ തടയുന്ന എല്ലാ തടസ്സങ്ങളും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അത് നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, അത് നീങ്ങിപ്പോകട്ടെ. ഇന്ന് സുവിശേഷത്തെ തടയുന്ന കരങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ സുവിശേഷത്തെ തടയുന്ന ദുഷ്ടാത്മാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളെ സാത്താൻ നിയമിച്ചിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ദുഷ്ടത ഈ ഭൂമിയിൽ ഇനി ഒരു നാളും ജയമെടുക്കരുത്. അനേകർ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനിടയാകണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദുഃഖിതർ സന്തോഷമുള്ളവരായി തീരണം. രോഗമുള്ളവർ സൗഖ്യമുള്ളവരായി തീരണം. സമാധാനമില്ലാത്തവർക്ക് സമാധാനം ലഭിക്കണം. എല്ലാവർക്കു വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കുന്നു. വചനം അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലട്ടെ. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ഭാഗത്തിൽ കർത്താവിൻ്റെ തിരുവചനം ശക്തമായി ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കേട്ടു, അത് തടഞ്ഞു വച്ചിരിക്കുന്നു. പിശാചിനെ തടസ്സപ്പെടുത്തുവാൻ പല മാർഗങ്ങളുണ്ടെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ അത് കേൾക്കും, ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ഒരു പ്രത്യാശ, വിശ്വാസം എനിക്കുണ്ട്. ഏത് തരത്തിൽ തടഞ്ഞാലും തടസ്സപ്പെടുത്തുന്ന കരങ്ങളെ ദൈവം മാറ്റും. അത് എങ്ങനെയായിരുന്നാലും ശരി, ദൈവത്തിൻ്റെ വചനം ജനങ്ങൾ കേൾക്കും, അവർ മാനസാന്തരപ്പെടും. പിശാച് പലതരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന്. നമുക്കറിയാം, യൂട്യൂബിൽ ഇന്ന്
ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട്. സാത്താൻ്റെ ജോലി ചെയ്യുന്നവരുമുണ്ട്, സാത്താന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമുണ്ട്. സത്യസുവിശേഷം ജനങ്ങൾ കേൾക്കാതിരിക്കാൻ, അതിനെ തടയാൻ അവിടെ പല പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിലും ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ തന്നെ ഞാൻ വീണ്ടും കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, എങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ ദൈവഭക്തിയിൽ വളർത്തണം എന്നുള്ള കാര്യത്തെ പങ്കുവച്ചിരുന്നു. അതിനു മുമ്പായി ഇസ്രായേലിൻ്റെ വിഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് അല്ല, ആദിയിലെ മുതൽ ഇന്ന് വരെയും നാം ദൈവത്തെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ദൈവം വെറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിഗ്രഹാരാധന. ഏതൊരു വ്യക്തി വിഗ്രഹങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുമോ, വിഗ്രഹത്തെ സേവിക്കുമോ, വിഗ്രഹത്തെ തൊട്ട് ചുംബിക്കുമോ, ആ വ്യക്തി ദൈവത്തിൻ്റെ ശത്രുവാണ്. മനസ്സിലാക്കിക്കൊള്ളണം, അവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. അവൻ ദൈവത്തെ ശത്രു ആക്കുകയാണ്. അത് ഏതൊരു വ്യക്തിയായിരുന്നാലും ശരി, അത് പുരോഹിതനായിരുന്നാലും ശരി, അത് കന്യാസ്ത്രീ ആയിരുന്നാലും ശരി, ഇല്ല വേറെ ഏതൊരു വ്യക്തിയായിരുന്നാലും ശരി, അവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. അവൻ ദൈവത്തെ പ്രകോപിക്കുന്നവനാണ്. അവനുമായി ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പോലും അതിനെക്കുറിച്ച് ലേഖനങ്ങളിൽ, കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂതങ്ങളുടെ മേശ, ദൈവത്തിൻ്റെ മേശ. എന്താണ് ഭൂതങ്ങളുടെ മേശ, എന്താണ് ദൈവങ്ങളുടെ മേശ എന്നൊക്കെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അത് മറ്റൊരു ദിവസം ഞാൻ നിങ്ങൾക്കത് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ മന്ത്രവാദിയുടെ വിഷയം, പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മന്ത്രവാദി പറയുന്ന അനുഭവ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമെങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സംഖ്യാപുസ്തകം നിങ്ങളെടുത്ത് വായിക്കുക. സംഖ്യാപുസ്തകത്തിൽ 23-ാമത്തെ അധ്യായം, അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ബിലെയാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയുണ്ടായിരുന്നു. ഞാൻ പല ഭാഗങ്ങളിൽ ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ബാലാക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ അവൻ ശപിക്കുന്നതിന് പകരമായി അവൻ അനുഗ്രഹിക്കുകയാണ്. കാരണം ദൈവം അവൻ്റെ നാവിൽ കൂടെ അനുഗ്രഹത്തെ വർഷിപ്പിച്ചു ഇസ്രായേൽ ജനത്തിന്. അപ്പോൾ അവൻ പറയുന്ന ഒരു ഭാഗമാണ് സംഖ്യാപുസ്തകം 23-ാമത്തെ വാക്യം. ഇതാ ഞാൻ വായിക്കുന്നു. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ച് ഇസ്രായേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിൽ തന്നെ മുമ്പോട്ട് ആദ്യമായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ദൈവം വ്യാജം പറയുന്നവനല്ല, ദൈവം ഒരിക്കലും പോസ്കു പറയത്തില്ല, ദൈവം സത്യം മാത്രമേ പറയത്തുള്ളൂ. ദൈവം ഈ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതും ഇത് ചെയ്യുന്നതും തിന്മയിൽ നടക്കുന്ന വ്യക്തികൾക്കല്ല. നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ഏതൊരു വ്യക്തി വിഗ്രഹാരാധനയിൽ അടിമപ്പെട്ട് കിടക്കുന്നുവോ അവൻ ഇതൊന്നും പ്രതീക്ഷിക്കരുത്. ഏതൊരു വ്യക്തി അന്യദൈവങ്ങളുടെ അടുക്കൽ പോകുന്നുവോ അവൻ ഇതും പ്രതീക്ഷിക്കരുത്. അന്യദൈവങ്ങളെ വിട്ട്, വിഗ്രഹങ്ങളെ വിട്ട് ജീവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന
ഏതൊരു വ്യക്തിക്കും ഇത് പ്രതീക്ഷിക്കാം. അവന് വേണ്ടി ഒരായുധവും ഈ ഭൂമിയിൽ നിലനിൽക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നടക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ ഒരാഭിചാരവും ശുദ്രവിദ്യയും ലക്ഷണവിദ്യയും ഒന്നും ഇസ്രായേലിന് ഫലിക്കുകയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഫലിക്കുകയില്ല. എന്നാൽ വിഗ്രഹങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന, വിഗ്രഹങ്ങളെ തൊട്ടു ചുംബിക്കുന്ന ഏതൊരുവനും ഈ ക്രിസ്തുവിൻ്റെ ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ യോഗ്യനല്ല. അവൻ പ്രതീക്ഷിക്കുകയും അരുത്. സ്തോത്രം. കർത്താവ് വിലക്കിയിട്ടുള്ള കാര്യം നാം അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ തിരുവചനത്തിൽ മുമ്പോട്ട് തന്നെ പറയുന്നു, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കും. നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഇരിക്കും എന്ന് സംഖ്യാപുസ്തകത്തിൽ മോശെ മുഖാന്തരം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഒരു ലക്ഷണവിദ്യയും ഫലിക്കുകയില്ല, ഒരു മാരക രോഗവും നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കുകയില്ല. അത് വരുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്നാണ് ഈ തിരുവചനങ്ങളിൽ കൂടെ, ഒരുപാട് ഭാഗങ്ങളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ നാം മനസ്സിലാക്കി ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ തീർച്ചയായും നാം എന്നും ഭാഗ്യമുള്ളവരായിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാം ഒരിക്കൽ ചിന്തിച്ചു നോക്കുക. അവനെന്തിനാണ് കാൽവരി കുരിശിൽ യാഗമായി തീർന്നു? സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. എന്നാൽ ആദ്യമായി നാം ഈ മന്ത്രവാദി പറഞ്ഞ ഒരു ഭാഗത്തെ നാം കേൾക്കുക. കേട്ടിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങാം. ஸ்தோத்திரம். இருப்பாங்க அவங்களுக்கு நடக்கும். இப்ப இந்த நம்பாதவங்களுக்கு நடக்கும். சில பேர் எங்களை விரட்டி விட்டு இருப்பாங்க, எங்களை ஒரு வேசனம் பேசுவாங்க, அவங்களுக்கு பலிக்காது. பொதுவா கிறிஸ்தவங்களுக்கு பலிக்காது. சொல்லுங்க. கிறிஸ்தவங்களுக்கு பலிக்காது. இப்ப நாங்க எவ்வளோ முயற்சி பண்ணி பார்த்தோம். சரி. கிறிஸ்தவ வீட்டுக்கெல்லாம் போய் சொல்லி பார்த்தோம். சரி. அது நடக்க மாட்டாங்க. ஐயா, உங்களுடைய வாழ்க்கையை பத்தி நீங்க சொல்லிட்டு இருக்கீங்க. கடந்த கால வாழ்க்கையில எப்படி எல்லாம் நடந்துச்சு, எப்படி எல்லாம் நடந்த அப்படின்னு. அப்ப நல்ல ஒரு சுவாரஸ்யமான விஷயத்த நடுவுல சொன்னீங்க. ஏன்னா நைட்டு நீங்க உங்க ஆபீஸ்ல இருந்தா சுடுகாடு தானே உங்க ஆபீஸ்ல இருந்து வெளியே வந்துட்டு தெருவுல போகும்போது ஒரு வீடா போறீங்க. அத தெருவுல போயிட்டு இருக்கும்போது சொல்லிட்டு போறீங்க, இந்த கிறிஸ்தவங்க வீட்டுல மாத்திரம் அந்த மந்திரம் பலிக்காது, அது நம்புறவங்க பலிக்குது, நம்பாதவங்க வீட்டுல பலிக்காதுன்னு சொன்னீங்க. ஆனா விசேஷமா கிறிஸ்தவங்க வீட்டுல பலிக்காதுன்னு சொன்னீங்க. அதுக்கு என்ன காரணம் சொல்ல முடியுமா? அதாவது நாங்க கிறிஸ்தவர் எல்லாரும் வீட்டுக்கு போகும்போது சரி, அவங்க எந்த சாமி கும்பிடுறாங்களோ அந்த சாமி தான் நாங்க கும்பிடுறோம். ஓ சரி சரி. அது எனக்கு சொல்லி கொடுத்துருது. ஓ சரி. அவங்கள பத்தி சொல்லி கொடுத்துருது. இதெல்லாம் எடுத்து சொல்லிட்டு சரி, சாமி நாங்க நம்புறது இல்ல, அது கும்பிடுறது இல்ல, அது எங்களுக்கு சொல்றது இல்ல. சரி. அப்ப கிறிஸ்தவ போய் கண்டாலே எங்களுக்கு எரிச்சலா இருக்கும். எப்படி திருடன் போலீஸை கண்டு பயப்படுறானோ அதே மாதிரி கிறிஸ்தவங்களை பார்த்த உடனே எங்களுக்குள்ள ஒரு பயம், எங்களுக்கு அறியாம ஒரு எரிச்சல், ஒரு பயம், ஒரு வேதனை வரும். எஸ்கேப் ஆயிடுவீங்க. எங்களை வாய் சொல்ல முடியாது. சரி. அப்படி ஒரு சம்பவம் எனக்கு நடந்தது. இன்னும் எப்படி நடந்துச்சு? ஒரு 74, 75 வருஷத்துல சரி, நான் முத எங்க ஆள்கார் தொழில் கத்துக்கிட்டு போகும்போது சரி, கேரளாவில் இல்ல கேரளா பிழைக்க போயிருந்தோம். சரி. பிழைக்க போயிருக்கும்போது ஊருடா அப்படி போகும்போது ஒரு தெருவுல நான் நைட் 2 மணி இருக்கும் சொல்லாட்டு போய் பூஜை பண்ணிட்டு முதல் தெருவு பாடிட்டு 2வது தெருவு பாடும்போது அந்த வீட்டுல நல்ல பெரிய கார் வீடு. அந்த கார் வீட்டுக்கு வந்தோடனே என்ன இப்படி குழுவிட்டு படிக்கிறேன். அந்த அம்மா லைட்டு போட்டோன்னு நான் என்ன நினைக்கிறேன், சரி நம்ம முழிச்சிருக்கு, நீங்க வசம் இல்லாம முடிச்சிடணும் அப்படி சொல்லி இந்த குழுவிட்டு படிச்சு இப்ப லைட் போட்டாங்கன்னா அவங்க கவனிக்கிறாங்கன்னு அர்த்தம். சரி, முழிச்சிருக்காங்க. ஏன்னா இந்த சவுண்டு அவங்க முழிக்க வைக்கிறதானே. அவங்க எந்திரிச்சு நான் சொல்ற கவனிய கேளுன்னு சொல்றதுக்கு மாதிரிதான். அந்த முன்ன காலத்துல ஒரு துணியோ எட்டாம முடிச்சு போட்டு வெளியே போடுவாங்க. முழிச்சு எனக்கு சொல்லுன்னு அர்த்தது. ஐயா நீங்க சொல்ற எனக்கு கேட்கிறோம் அப்படின்னா அது முடிச்சு போடுவாங்க. துணியை எடுத்துக்கிட்டோம்னா அவங்க நல்லதா வாக்கு சொல்லுவோம். துணி எடுக்காட்டி இந்த குடும்பத்தை சாபம்னு அர்த்தம்.
அடுத்த நாள் 1000 வாங்கிட்டு போயிடுவோம். அந்த வீட்டுல அது கழிக்கணும் இது கழிக்கணும் சரி வாங்கிட்டு போயிடுவோம். சரி. அப்ப அந்த குடுகுடுப்பு அடிக்கிறேன், அடிச்சா இந்த நரம்பு இழுத்து பிடிக்குது. அந்த கை நான் வந்து ஒரு மாதிரி சாப்பிடாம இருந்தா எப்படி பிடிக்குதோ அது மாதிரி இந்த நரம்பு பிடிக்குது. பிடிச்சோன்னா இந்த கையில இப்படி பிடிச்சி இப்படி ஆட்டு நான் வரமாட்டாங்க. சரி கொரு போயிட்டு சொல்ல பாக்குறேன், முழிச்சிருக்காங்களே சொல்லணுமே ஏதாவது சொல்ல பாக்கணும், வாங்கி வர மாட்டேன். வாங்கி வரல, கதவு திறக்கல. அந்த அம்மா லைட்டு மட்டும் எரியுது. நான் நினைக்கிறேன் உள்ள அந்த அம்மா ஜெபம் பண்ணிட்டு இருக்குன்னு நினைக்கிறேன். சரி. அப்ப நான் அப்ப தெரியல, அடுத்த நாள் காலையில கண்டுபிடிச்சிட்டேன். அப்ப அந்த அம்மா அந்த வாய் வரல, தூத்துன்னு திப்பிட்டு போயிட்டேன். அடுத்த வீட்டுக்கு ஒண்ணு இப்ப மாதிரி ரிலீஸ் ஆயிடுச்சு. சரி. நான் எனக்கு வந்து என்ன நினைக்கிறேன், இது ஒரு மந்திரவாதி வீடு போட்டு, நம்மளே மந்திரவாதி, நம்மளை விட ஒரு பெரிய மந்திரவாதி வீடு இந்த வீட்டை நாளை காலையில வந்து இந்த மந்திரத்தை நம்ம கத்துக்கிறோம் அப்படின்னு சொல்லி நான் காலையில எந்திரிச்சு நல்லா குளிச்சு நீங்க சொன்ன மாதிரி ட்ரெஸ் பண்ணிட்டு வர்றேன். அந்த வீட்டுக்கு வரேன், ஒரு 10-11 மணி மந்திரவாதி வீட்டுக்கு வர்றேன். அந்த வீட்டுக்கு படிச்சேன். அந்த அம்மா திறக்கிறாங்க. வெளியில் ஒண்ணு நல்லா கதவு திறந்த பிறகு அந்த அம்மாவை பார்த்துதான் நல்லா ஒரு விசுவாச முகம் நல்லா தெரியுது. சரி சரி, நம்ம கிறிஸ்தவரா இருக்கிறவங்க நம்ம இந்த விட்டு போகணும்னு போறேன். ஐயா வாங்க அந்த அம்மா கூப்பிடுறேன். அவங்க பெரிய மந்திரம் அவங்களே கூப்பிடுறாங்க. சரி என்ன நடக்குன்னு பார்ப்போம் அப்படின்னு சொல்லி நான் பெரிய கெத்தாப்பி உள்ள உட்கார்ந்தா நல்ல அவசரங்கள் நல்லா கிறிஸ்தவ குடும்பம் நல்லா தெரிஞ்சிருச்சு. ஏமா உங்க வீட்டுக்கு என்ன கூப்பிடுறீங்க? இல்லையா எங்க வீட்டுக்கு ஏன் சொல்ல மாட்டேன் அப்படின்னு சொன்னோம். அவங்க கேட்கறாங்க. எல்லா வீட்டையும் சொல்லிட்டே வந்தீங்க, நான் கவனிச்சேன். எங்க வீட்டுக்கு மட்டும் நீங்க ஏன் சொல்லலன்னாரு. இல்லம்மா, ஒரு ஏதோ ஒரு சக்தி வந்து எங்களை என்னை மீறின சக்தி என்னை கொடுத்துருச்சு. பேச முடியல, அடிக்க முடியல, ரொம்ப கஷ்டமா இருக்கு. நான் அப்படியே போயிட்டேன். இப்ப பகல்ல வர்றேன், ஒன்னும் பிரச்சனை இல்லை, அதனால சொல்ல முடியலமான்னு. அந்த அம்மா ஸ்தோத்திரம் போட்டு ஜெபம் பண்ணி அப்படி கண்களை கொஞ்சம் குணம் மூடிட்டு வந்து என்னை பார்த்தோன்னே, நீங்க ஆராதிக்கிற கடவுளை விட நாங்க ஆராதிக்கிற கடவுள் பெரியவர் அப்படின்னாங்க. சரி. எனக்கு வந்து அது விளையாட்டா தெரிஞ்சு என்ன பெரியவர், நம்ம சக்கமா விடுவோம், நம்ம தேவையிட விடுவாங்க அப்படின்னு சொல்லி நாங்களும் சொல்லிட்டே இருந்தோம். அவங்க அம்மா சொன்னாங்க, இன்னைக்கு என்னாச்சு ஒரு காலத்துல உணர்வீங்க. அந்த அம்மா சொன்னாங்க நடந்த ஆண்டு எப்போ? கிட்டத்தட்ட ஒரு 14-15 வருஷத்துக்கு முன்னாடி. 14 வருஷத்துக்கு முன்னாடி. 74 to 75 நடந்திருக்காங்க. அப்ப அந்த அம்மா சொன்னதை நான் பெருசா நினைக்கல. ஆனா அந்த அம்மா எனக்கு சரி போயிட்டு வாங்கன்னு நல்ல உதவியெல்லாம் செஞ்சாங்க. சாப்பாடு கொடுத்தாங்க, காய் கொடுத்து அனுப்புனாங்க. நம்புங்கன்னு சொன்னாங்க. அவங்கதான் முதல். சரி, இப்போ ஒரு நல்ல ஒரு கேள்வி கேட்கிறேன். உங்களுக்கு கிறிஸ்தவங்களை பார்த்தாலே ஒரு எரிச்சலா இருக்கும் சொன்னாங்க. இப்போ உள்ளார போயிட்டீங்க, அப்போ ஒரு எரிச்சல் இருந்திருக்குல்ல உங்களுக்கு? இவங்க கூப்பிடுறாங்க, பயம் ஒரு பக்கம் இருக்கும். சரி, ஆனா அவங்க சாப்பாடு கொடுத்தாங்க. அந்த அம்மாவுடைய அன்பு என்னை நேசிச்சு, ரொம்ப அன்பா நேசிச்சாங்க. அதான் கிறிஸ்துவ அன்பு. அவங்க சில கிறிஸ்தவங்க வந்து பிசாசு ஆயுன்னு விரட்டி விட்டுருவாங்க, அவங்கதான் வைகுனாங்க. இந்த அம்மா எப்படி தெரியல, எங்களை ரொம்ப நேசிச்சாங்க. நல்லா சிரிச்சுட்டே இருந்தாங்க. ஐயா உட்காருங்க, ரொம்ப அன்பா பேசுனதுனால நம்ம அன்பு எனக்கு. அப்போ എല്ലാവരും കേട്ടു മന്ത്രവാദി പറഞ്ഞത്. കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യാക്കോബിന് യാഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ശുദ്രവിദ്യ ഫലിക്കുകയില്ല. ആ മന്ത്രവാദി പറയുകയാണ്, അവർ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇതൊന്നും ചേരുന്നില്ല. എന്തോ ക്രിസ്ത്യാനികൾക്ക് ഈ മന്ത്രവാദം ആഭിചാരം ഫലിക്കത്തില്ല എന്ന് അവൻ തന്നെ അവൻ്റെ വാഗൊണ്ട് പറയുകയാണ്. ഇത് തിരുവചനത്തിൽ മുമ്പ് കൂട്ടിയേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് പല ക്രിസ്ത്യാനികളും പലരും ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം, അവൻ ശുദ്രം ചെയ്തു, അവൻ അത് ചെയ്തു, ഇത് ചെയ്തു. എന്ത് ചെയ്തു എന്ന് നീ ചിന്തിക്കുന്നതിനെ വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കണം. ദൈവം പറഞ്ഞതിന് എതിരായി ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറുള്ളവരാകുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്ത് ചെയ്യുന്നു ദൈവത്തിനെതിരായി? വിഗ്രഹത്തെ നീ സേവിക്കരുത്, നമസ്കരിക്കരുത്, തൊടരുത്, ചുംബിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ നീ അതിന് മുമ്പിൽ ചെന്ന് ചുംബിക്കുകയും മുട്ടുമടക്കുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയാണ്. നീ അവിടെ ഏത് ദൈവത്തെ വിളിച്ചാലും ശരി, യേശുവിനെ വിളിച്ചാലും ശരി, ഇല്ല വേറൊരു നാമം വിളിച്ചാലും ശരി, ആരെ വിളിച്ചാലും ശരി, ഒരു പ്രയോജനവുമില്ല. ദൈവം എന്ന് പറഞ്ഞ് സകലരും ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ദൈവമേ എന്ന് വിളിക്കുന്ന എല്ലാവരും, ഈ ലോകത്തിൽ കാണുന്ന സകലരും വിളിക്കുന്നത് ദൈവമേ 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 എന്നാണ്. പടച്ചവനെ പടച്ചവനെ എന്ന് വിളിക്കും, അല്ല അല്ല എന്ന് വിളിക്കും.
ഓരോരോ ഭാഷയിൽ അവരുടെ ഭാഷയിൽ വിളിക്കും. അറബിക്കാർ അല്ല അല്ല എന്ന് വിളിക്കും. ഇംഗ്ലീഷിൽ ഗോഡെന്ന് വിളിക്കും. മലയാളത്തിൽ ദൈവമേ ദൈവമേ എന്ന് വിളിക്കും. തമിഴിൽ കടവുളെ എന്ന് വിളിക്കും. ഇങ്ങനെ ഓരോരോ ഭാഷയിൽ ഓരോരോ രീതിയിൽ ദൈവത്തെ വിളിക്കും. എല്ലാവരും ഒരേ പേര് തന്നെ പറയണ ദൈവം. ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിക്കും, ദൈവമേ എന്ന് വിളിക്കും, പിതാവേ എന്ന് വിളിക്കും. എന്നാൽ കർത്താവ് വിലക്കിയിട്ടുള്ള ആ കാര്യം നീ ചെയ്തുകൊണ്ട് വിളിക്കുമ്പോൾ അവിടെ ഒരു ഉത്തരവും കിട്ടത്തില്ല. നീ ദൈവത്തിൻ്റെ ശത്രുവായി മാറുകയാണ്, ദൈവത്തിൽ നിന്ന് നീ അകന്നു പോവുകയാണ് എന്ന് നാം ചിന്തിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് കർത്താവ് തന്നെ പറഞ്ഞതാണ്. ഇതൊക്കെ നീ മറന്നിട്ട് ഏതോ ഒരു വിവരമില്ലാത്ത മനുഷ്യൻ, പേട്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ പറഞ്ഞു പരത്തിയതിനെ നീ വിശ്വസിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി വച്ച് അതിൻ്റെ മുന്നിൽ നീ മുട്ടുമടക്കി അതിനെ ചുംബിച്ചുകൊണ്ട് നീ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാൽ ഏത് ദൈവം വിളി കേൾക്കും? ഒരു ദൈവവും വിളി കേൾക്കത്തില്ല. അങ്ങനെ ഒരു ദൈവം പറഞ്ഞിട്ടുമില്ല ഇവിടെ. എന്നാൽ വിളി കേൾക്കുന്നവനുണ്ട്. ആരെന്നറിയാമോ? ഈ ലോകത്തിൽ നിന്നെക്കൊണ്ടത് ചെയ്യിക്കുന്നവൻ, പിശാചായവൻ. അവൻ കേൾക്കും. കേട്ടിട്ട് അവൻ ദൂരെ നിന്ന് ചിരിക്കും. ഞാൻ പറയുന്നതനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൂരെ നിന്ന് ചിരിക്കും. ദൈവജനമേ, ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവമായ കർത്താവിനെ നീ കോപിപ്പിക്കരുത്. ദൈവം നിന്നോട് വിലക്കി, നീ അത് ചെയ്യാതിരിക്കുക. സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ നാം ഈ കൃപയ്ക്ക് പാത്രമാകും. കർത്താവ് പറഞ്ഞ ഈ കൃപയ്ക്ക് പാത്രമാകുവാൻ നാം തയ്യാറാണെങ്കിൽ, ഇതാ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ഒരുപാട് കാര്യങ്ങളെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു. നാം അത് കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇതാ ഞാൻ അതിൽ 1-2 ഭാഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 16-17 വാക്യം. ഇതാ ഞാനത് വായിച്ച് കേൾപ്പിക്കുന്നു, നിങ്ങൾ കേട്ടോളുക. വേദപുസ്തകം കയ്യിലുള്ളവർ എടുത്ത് അതിനെ വായിക്കുക. 54-16-17. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. കണ്ടോ, ആയുധം തീർക്കുവാൻ കൊല്ലനെ സൃഷ്ടിച്ചതും ദൈവം, നശിപ്പിപ്പാൻ സംഹാരകനെ സൃഷ്ടിച്ചതും ദൈവം. നിനക്കെതിരെ ഒരു മാരക രോഗം വരുന്നുവെങ്കിൽ നീ ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ മാരക രോഗം എന്നിലേക്ക് പ്രവേശിച്ചു? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഈ മാരക രോഗം പ്രവേശിച്ചു? എന്തുകൊണ്ട് ഈ രോഗത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നില്ല എന്ന് നീ ആദ്യം ചിന്തിക്കുക. എവിടെയാണ് നിനക്ക് വീഴ്ച പറ്റി? എവിടെയാണ് നിനക്ക് തെറ്റുപറ്റി? അത് നീ ചിന്തിക്കുക. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ പാദത്തിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരമായി നീ ഭൂമിയിൽ ജീവിച്ചു പോയ പല പല പേരുകളിൽ നാം ഇന്നറിയപ്പെടുന്ന
ഇവരെയെല്ലാം നീ വിളിച്ച് സഹായത്തിന് വിളിച്ച് നീ ദൈവത്തോട് എന്തെങ്കിലും നേടാമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിൽ നമ്മളോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകാവസാനത്തോളം ഓരോ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തിൽ ജീവിച്ചു പോയ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ല, പ്രവാചകന്മാർ പറഞ്ഞിട്ടില്ല, മറിയ പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ ലോകത്തിൽ ഒരു വ്യക്തികളും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന്. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ. നാം സംഖ്യാപുസ്തകത്തിൽ വായിച്ചു, ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ മോളിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. ദൈവം നമ്മളോടുകൂടെ ഇരിക്കും. ദൈവം നമ്മളോടുകൂടെ ഇരിക്കുമെങ്കിൽ ഇരുന്നിട്ട് നമ്മളെ ചതിക്കുമോ? ഇല്ല നമ്മളെ ഉപദ്രവിക്കുമോ? വചനത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തൊടുന്നവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നുവെന്ന്. കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു നിങ്ങളെ തൊടുന്നവൻ. എന്തുകൊണ്ട് കർത്താവ് ഈ വാഗ്ദാനങ്ങളൊക്കെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു? ഇതൊക്കെ നീ മറന്നിട്ട് ഈ പേട്ട് മനുഷ്യന്മാർ ഈ ലോകത്തിൽ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ മുൻപിൽ നീ പോയി മുട്ടുമടക്കി നിൻ്റെ ജീവിതത്തെ നീ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവം തന്ന ഒരു അല്പ ആയുസല്ലേ ഈ ഭൂമിയിലുള്ളത്. കൂടി മറിഞ്ഞാൽ നീ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു 100 വർഷം. നിത്യജീവൻ തരാനിരിക്കുന്ന കർത്താവ് നിനക്ക് ഈ ഭൂമിയിൽ ഈ ജീവിക്കാൻ തന്ന ഈ സമയം അത്രയും ദൈവം നിന്നെ നോക്കുകയാണ്, നീ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെന്ന്. ഇതാണ് നിനക്ക് വലുതെന്ന് തോന്നുന്നുവെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നിനക്ക് തെറ്റുപറ്റി. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് എന്ത് വന്നാലും ദൈവം തന്നു. ദൈവം നിനക്ക് രോഗം തരാനാണോ നിന്നെ വിളിച്ചു ചേർത്തത്? രോഗം ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ചില രോഗങ്ങളെ ദൈവം അനുവദിച്ചിരിക്കുന്നു. അത് അവൻ്റെ ശരീരത്തിൻ്റെ നന്മയ്ക്കായിട്ട്. എന്നാൽ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് മാരക രോഗം വന്ന് പിടിക്കുന്നുവെങ്കിൽ നീ ചിന്തിക്കുക, തിരുവചനത്തിൽ വ്യക്തമായത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശാപത്തിൽ കൂടെ വരുന്നതാണ് മാരക രോഗങ്ങൾ. ശാപത്തിൽ കൂടെ വരുന്നതാണ് മാരക രോഗങ്ങൾ. ദൈവജനത്തിന് വരുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ ആ വചനം വായിച്ച് കാണിപ്പിച്ചു തരാം. അതേ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതാ 53-ാമത്തെ അധ്യായം. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 1 മുതൽ വായിക്കുമെന്ന് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്ന 700 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ ഇതാ അതിൽ 53-ന്റെ 4-ാമത്തെ വാക്യം, 4-5 വാക്യം ഞാൻ ഇതാ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്കത് ആ വചനം ധ്യാനിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് വ്യക്തമായി കേൾപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ശരീരത്തിലുള്ള കുറവുകൾ, ഞാൻ ചെയ്യുന്ന തെറ്റ്, ഞാൻ ചെയ്ത കുറവ് പരിശുദ്ധാത്മാവിന് എതിരായി നീ എന്ത് ചെയ്താലും നീ ദൈവത്തിൽ നിന്ന് അകലുകയാണെന്നുള്ളത് നീ മനസ്സിലാക്കണം. ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന് എതിരായി നാം സഞ്ചരിക്കുകയാണ്. അവിടെ പിശാചായവൻ നമ്മളെ ചതിക്കാൻ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഏതാ പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ
അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ ഭാഗം താഴോട്ടും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, മാനസിക രോഗികളെ സുഖപ്പെടുത്തി, എന്തെല്ലാം രോഗങ്ങൾ പിടിച്ച രക്തസ്രാവമുള്ള സ്ത്രീയെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. അവൻ സുഖപ്പെടുത്തിയാണ് ഈ ലോകത്തിൽ അവൻ്റെ സുവിശേഷം ഈ ഭൂമിയിൽ ജനങ്ങളുടെ അടുക്കൽ പ്രസംഗിച്ചത്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ഇന്നും പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി അത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. രോഗസൗഖ്യം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പലർക്കും സൗഖ്യം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിലൊരു സംശയവുമില്ല. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, അവൻ്റെ അടിപ്പിണറാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ മാരകരോഗം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു? എന്തുകൊണ്ട് മാരകരോഗം നിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു? നീ വൈദ്യൻ്റെ അടുക്കൽ പോയിട്ടും നിനക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടും നിനക്ക് സുഖം വരുന്നില്ല. കാരണമെന്ത്? അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. അല്ല, ഞാൻ അമ്മയെ വിളിച്ചു, എനിക്ക് കുറേ അനുഗ്രഹം കിട്ടി. എന്തനുഗ്രഹം കിട്ടി? അമ്മ സുഖം തന്നോ? അല്ലെങ്കിൽ അമ്മ സുഖം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നു സാത്താൻ്റെ ഉപദേശം കേട്ട്. അതെല്ലാം അനുസരിച്ചുകൊണ്ട് നീ ശാപത്തിനടിമയായി പോകുന്നു. ശാപത്തിൽ കൂടെ വരുന്നതാണ് ഈ മാരകരോഗങ്ങൾ. കർത്താവ് വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായി ശാപത്തിൻ്റെ രോഗവും അനുഗ്രഹങ്ങളും വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ ഇന്നത് ചെയ്താൽ അവിടെ നിനക്ക് ഇന്നത് സംഭവിക്കും, എന്തെല്ലാം രോഗങ്ങൾ വരും എന്നൊക്കെ അവിടെ ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായി മോശെ മുഖാന്തരം അന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. വ്യക്തമായി മോശ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്കിത് സംഭവിക്കും, ഇങ്ങനെ നീ പോയാൽ ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായി മോശെ അത് പറഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കാൻ ആർക്കും മനസ്സില്ല. അത് കേൾക്കാൻ ആരും തയ്യാറുമല്ല. അത് വായിക്കാൻ ആരും തയ്യാറുമല്ല. എന്തെങ്കിലും ഒന്ന് വന്നാൽ ദൈവം തന്നു, നിനക്ക് സഹനം തന്നിരിക്കുകയാണ്. ഇവിടുത്തെ ലോകത്തിലെ പേട്ട് മനുഷ്യൻ പറയും, നിനക്ക് സഹനം തന്നിരിക്കുന്നു, നീ സഹിക്കുക. സഹനം. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിൻ്റെ രോഗങ്ങളെ അവൻ വഹിച്ചു, അവൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ മാരക രോഗങ്ങളേക്ക് ഈ എന്തുകൊണ്ട് കടന്നു വരുന്നെന്ന് ചിന്തിക്കാൻ നിനക്ക് കുറച്ചെങ്കിലും കഴിവുണ്ടോ? കുറച്ചെങ്കിലും കഴിവുണ്ടോ? ചിന്തിക്കുക. ഹോസ്പിറ്റലിൽ പോവും, ചെറിയ ചെറിയ രോഗങ്ങൾ വരും മനുഷ്യൻ്റെ ശരീരത്തിൽ. അത് ശരീരത്തിൽ ചില പ്രയോജനമുള്ള ചില ജലദോഷം, പനി, ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ അത് ദൈവം അനുവദിച്ചിരിക്കുന്നത് ചിലപ്പോൾ വന്നേക്കാം. അവൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അവന് വിടിവിക്കാൻ വേണ്ടി. എന്നാൽ ഈ മാരക രോഗങ്ങളെ ദൈവം അനുവദിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഇടയിൽ അന്ന് വ്യക്തമായി മോശെ മുഖാന്തരം അന്ന് വ്യക്തമായി ഇത് പറഞ്ഞിരിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായി. അത് സമയം കിട്ടുമെങ്കിൽ എടുത്ത് വായിച്ച് നോക്കുക. വായിച്ചിട്ട് തീരുമാനമെടുക്കുക, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന്. അത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആവർത്തന പുസ്തകം 28 അധ്യായം. അതിൽ 22 വാക്യം,
27 വാക്യം. ഇത് ശാപരോഗമാണ്. ശാപരോഗം, ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അതിഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. അടുത്ത താഴെ പറയുന്നുണ്ട്, യഹോവ നിന്നെ മിസ്രൈമിലെ പരുക്കൾ, മൂലവ്യാധി, ചൊറി, ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാകുകയില്ല. പ്രാന്തും അന്ധതയും ചിത്തപ്രഭാവം കൊണ്ടും യഹോവ നിന്നെ ബാധിക്കും. എന്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിൽ? എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? നീ ദൈവം പറയുന്ന വഴിയിൽ സഞ്ചരിക്കാതെ നീ തോന്നിയവാസം പോയാൽ, പ്രത്യേകിച്ചും അന്യദൈവങ്ങളെ നീ വിളിച്ചാൽ, വിഗ്രഹങ്ങളെ സേവിച്ചാൽ നിനക്ക് ഇതൊക്കെ സംഭവിക്കും എന്ന് അന്ന് മോശെ മുഖാന്തരം പറഞ്ഞതാണ്. അല്ലാതെ ഇന്ന് ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഈ ശാപങ്ങളൊക്കെ എടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ശാപം ഇല്ല. ശപിക്കപ്പെട്ടവൻ അല്ല. ശാപത്തിൽ നിന്ന് അവനെ വിടുവിച്ചു. കഴിഞ്ഞ സുവിശേഷത്തിൽ ഞാനത് വ്യക്തമായി നിങ്ങൾക്കത് പറഞ്ഞു തന്നിരിക്കുന്നു. ശാപം യേശു ക്രിസ്തുവിൽ നിന്ന്, യേശു ക്രിസ്തുവിൽ കൂടെ മാറ്റപ്പെടുകയാണ്. ശാപം ശപിക്കപ്പെട്ട രോഗമാണ് ഈ മാരക രോഗങ്ങൾ. എന്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും നിനക്കത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ചിന്തിക്കാൻ കഴിവുണ്ടോ? ചിന്തിക്കാൻ കഴിവുണ്ടോ? ഏതെങ്കിലും ഒരു പുരോഹിതൻ പറയും നിനക്ക് സഹനമാണ്. ആ പുരോഹിതൻ തന്നെ വിഗ്രഹത്തെ വാർത്തുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ദൈവം വിലക്കി സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ, അതായത് ഒരു ആളിൻ്റെ രൂപം നീ ഉണ്ടാക്കരുത്. ഉണ്ടാക്കുന്നില്ല, അതിനെ ഉണ്ടാക്കി നമസ്കരിക്കരുത്, സേവിക്കരുത്. ആൾ രൂപം ഉണ്ടാക്കരുത്, ഇളജന്തുക്കളെ രൂപം ഉണ്ടാക്കരുത്, പക്ഷികളുടെ രൂപം ഉണ്ടാക്കരുത്, മത്സ്യത്തിൻ്റെ രൂപം ഉണ്ടാക്കരുത്. ഒന്നും ഉണ്ടാക്കി നീ അതിനെ നമസ്കരിക്കരുതെന്ന് വ്യക്തമായി കൽപ്പനയിൽ പറഞ്ഞിരിക്കുകയാണ്. അത് ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് ഒരിക്കലും അനുഗ്രഹം പ്രതീക്ഷിക്കരുത്. അവൻ വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ ശരണം പ്രാപിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. വിശ്വസിക്കുക യേശു ക്രിസ്തുവിൽ. അവിശ്വാസത്തിൽ കൂടെ ദൈവം നമുക്ക് കാൽവരി ക്രൂശിൽ നേടിത്തന്ന ആ സൗഖ്യവും സന്തോഷവും സമാധാനവും ഈ ഭൂമിയിൽ നമുക്ക് തരും, ലഭിക്കും എന്ന് ദൈവം വ്യക്തമായി വാക്ക് തന്നിരിക്കുകയാണ്. അതാണ് യെശയ്യാ പ്രവാചകനിൽ കൂടെ മുമ്പ് കൂട്ടിയെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ എന്താണ് കാൽവരി ക്രൂശിൽ വഹിച്ചത്? എല്ലാവരും പറഞ്ഞ് അവനെ ശിക്ഷിച്ചിരിക്കുന്നു. ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിത് നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോൾ എന്നാൽ മനുഷ്യന് രോഗം വരത്തില്ലയോ, ഇത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ വ്യക്തമായി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, രോഗത്തോടുകൂടെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. മാരക രോഗം, അവിസ്മാരമെന്ന രോഗമാണ് എന്നെ ഈ ദൈവത്തെ അറിയുവാനിടയാക്കിയത്. 10, 25, 30 വർഷം കഴിഞ്ഞു. ഇന്ന് ഞാൻ സുഖത്തോടും ബലത്തോടും ആരോഗ്യത്തോടും ഇരിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ്റെ അടിപ്പിണരിൽ എൻ്റെ രോഗത്തെ വഹിച്ചു. എൻ്റെ രോഗത്തെ വഹിച്ചു. അത് തന്നെയാണ് വിശ്വാസം. മൂലവ്യാധി, പൈൽസ്, ഫിഷർ എന്ന് പറയുന്ന രോഗം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. വെടിച്ച് നീരൊലിച്ച് സ്മെല്ല് നാറിക്കൊണ്ടിരുന്നു. ഓപ്പറേഷൻ ചെയ്യാതെ നിനക്ക് സുഖം കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടർ. മസ്കറ്റിൽ ആർമി ഹോസ്പിറ്റൽ, AFH എന്ന് പറയുന്ന ആർമി ഹോസ്പിറ്റലിലുള്ള മെയിൻ ഡോക്ടർ
പറഞ്ഞ കാര്യമാണത്. ഒറ്റ ദിവസത്തിൽ തന്നെ എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. ആ കർത്താവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ കർത്താവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ ലൈവായി വരുവാൻ ദൈവം ഏതെങ്കിലും ഒരു സമയം ഇതിൽ തരുമ്പോൾ ഞാനത് വ്യക്തമായി നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. എൻ്റെ അനുഭവം ഞാനല്ലാതെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലൈവായിട്ട് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, വിഗ്രഹങ്ങളെ വിട്ടോടുവിൻ. മറിയ നമ്മളെ സഹായിക്കത്തില്ല. അപ്പോസ്തലന്മാർ ഈ ഭൂമിയിൽ ജീവിച്ച ആരും നമ്മളെ സഹായിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞത്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട്. ആ ക്രിസ്തുവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കുക. മറ്റെല്ലാം ഇന്ന് ഈ വിഗ്രഹത്തിനെ സേവിക്കാൻ നിർബന്ധിപ്പിക്കുന്ന, ജപമാല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഇവരൊന്നും യഥാർത്ഥ ക്രിസ്തു സുവിശേഷകരെയല്ല. ഏലിയാവിൻ്റെ കാലത്ത് ബാലിനെ സേവിച്ചു കൊണ്ട് കിടന്ന ആ ബാൽ പുരോഹിതന്മാർ തന്നെയാണ് ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ പേരെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ബാൽ പുരോഹിതന്മാർ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ സേവിക്കുന്നവർക്ക് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന പേരാണ് ബാലിൻ്റെ പുരോഹിതന്മാർ. ബാലിൻ്റെ പുരോഹിതന്മാർ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന പേരാണ്. ബിലയാമിൻ്റെ ഉപദേശകർ. കർത്താവായ യേശു ക്രിസ്തു പോലും പറഞ്ഞു, ദൈവം ആത്മാവാണ്, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ജപമാല പറഞ്ഞ് ദർശനങ്ങൾ വരെ പറഞ്ഞ് കൊണ്ടിരുന്നവനാണ് ഞാൻ. ദർശനം കണ്ണടയ്ക്കുമ്പോൾ ദർശനം കാണും. വെളിച്ചപ്പാട് ആത്മാവാണെന്ന് ഞാൻ വ്യക്തമായി നിങ്ങൾക്കത് പറഞ്ഞു തന്നിരിക്കുന്നു. വ്യക്തമായി വെളിച്ചപ്പാട് ആത്മാവാണത്. ദൈവത്തിൻ്റെ ആത്മാവേ അല്ല. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവേ അല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അല്പായുസല്ലേ ഉള്ളൂ. ഈ കർത്താവ് നമുക്ക് തന്ന ആ കാൽവരി ക്രൂശിൽ നേടിത്തന്ന സുഖവും സന്തോഷവും സമാധാനവും അനുഭവിച്ച് ആ നിത്യതയിലേക്ക് പോകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതല്ലയോ നിനക്കുത്തമം? അതല്ലയോ നിനക്ക് നല്ലത്? ഇല്ല, ഈ പേട്ട് മനുഷ്യൻ, ഈ ഒന്നിനും കൊള്ളാത്ത പേട്ട് മനുഷ്യൻ, അവൻ പറയുന്നത് കേട്ടുകൊണ്ട് അവൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹം, മറിയ എന്ന് പറഞ്ഞു കൊണ്ടുവച്ചിരിക്കുന്ന വിഗ്രഹവും യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കൊണ്ടുവച്ചിരിക്കുന്ന വിഗ്രഹവും അതിൻ്റെ മുന്നിൽ നീ പോയി മുട്ടുമടക്കി നിൻ്റെ ജീവിതത്തെ നീ എന്തിനു നശിപ്പിക്കുന്നു? ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. സ്തോത്രം. ഈ മന്ത്രവാദി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ ഇതാ വേറൊരു അച്ഛൻ ഇതാ പറയുന്നത് നിങ്ങൾ കേട്ടോളുക. അതും ഇത് തന്നെയാണ്. നിങ്ങൾ കേൾക്കുക. എത്രമാത്രം പ്രിയമുള്ള സഹോദരങ്ങളെ, അത് കേട്ട് നിങ്ങളെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ഈ അന്ധവിശ്വാസത്തിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടുക എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അവൻ കാൽവരി ക്രൂശിൽ നേടിത്തന്ന സന്തോഷവും സമാധാനവും സുഖവും ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കേണ്ടതിന് ഈ വിഗ്രഹങ്ങളെ വിട്ട് ഓടുവിൻ, അന്യദൈവങ്ങളെ വിട്ട് ഓടുവിൻ. മറിയ എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മറിയ എന്ന് പറയുന്ന അവർ ആരും നമ്മളെ സഹായിക്കത്തില്ല. ഇതെല്ലാം ഈ ഭൂമിയിൽ ഈ പേട്ട് മനുഷ്യന്മാർ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. എന്തെല്ലാം പറഞ്ഞു വരുത്തുന്നു, എന്തെല്ലാം മേരെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു, സുഗന്ധം വന്നു, എന്തെല്ലാം വേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പ്രിയമുള്ളവരെ, ഇവർ ആരും നമ്മളെ രക്ഷിക്കത്തില്ല. ഒരു കുടുംബത്തിൽ ഒരു മാരക രോഗം പിടിച്ചാൽ ഈ പറയുന്ന പേട്ട് മനുഷ്യൻ നിങ്ങളെ രക്ഷിക്കാൻ വരത്തില്ല. ഉള്ള ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ട് ഉള്ള പണവും എല്ലാം നശിപ്പിച്ച് കളഞ്ഞ് നിങ്ങളെ തന്നെ നാശത്തിൻ്റെ കുഴിയിലേക്ക് കൊണ്ടിടുവാൻ ഇവരിൽ കൂടെ പ്രവർത്തിക്കുന്ന സാത്താൻ നിങ്ങളെ വിടത്തില്ല. അത്രമാത്രം സാത്താൻ നിങ്ങളെ നശിപ്പിച്ച് കളയും.
ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം വിട്ടൊഴിഞ്ഞോടുവിൻ. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഇതെല്ലാം വിട്ടൊഴിഞ്ഞോടുവിൻ. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും സുഖവും വേണമെങ്കിൽ. ஸ்தோத்திரம். അങ്ങനെ ദൈവം നിങ്ങളെ ஏன் வணங்கக்கூடாது என்று வேதம் சொல்லுகிறது என்றா, ஒரு மனுஷன் ஒரு சிலையை உண்டாக்கி வணங்குறான்னா அர்த்தம் என்னன்னா, ஆவியா இருக்கிற ஜீவன உள்ள நித்திய தேவனை அவன் மறுதலிக்கிறான்னு அர்த்தம். மனித வடிவில கடவுளை செய்யறதும் பைபிள் எதிர்க்குது. பறவை வடிவில், மிருகங்கள் வடிவில், அழிவுள்ள பிராணிகள், அது என்னவானா இருக்கலாம், என்ன பிராணியா இருக்கலாம், ஊர்ற பிராணியோ பறக்கிற பிராணியோ என்ன பிராணியாவனா இருக்கலாம். அந்த அனிமல்ஸ் மாதிரி மனுஷ ரூபத்துல அல்லது ஏதாவது ஒரு பொருள் ரூபத்துல நீங்க எதை கையில செய்து அதை மரத்தினாலேயோ கல்லினாலேயோ பொன்னினாலேயோ வெள்ளினாலேயோ எதுல வேணா செய்யலாம். செஞ்சு அது முன்னாடி ஒருத்தன் வணங்குறான் அப்படின்னா வேதம் சொல்லுது அது தேவன் அருவருக்கிறார். இப்ப சில பேர் கேட்கலாம், நாங்க மரியாதை தான் வணங்குறோம், வேதம் அதற்கு ஏதாவது ஆமோதிக்குதா வணங்கலான்னு சொல்லி? கண்டிப்பா அது பெரிய பாவம், குற்றம். அது யாராவது செய்திருப்பீங்களானா, செய்து கொண்டிருப்பீங்களானா அந்த துன்மார்க்கத்திலிருந்து வெளியே வாங்க. இயேசுவையும் அவர் தேவனையும் அவர் அனுப்பின குமாரனாகிய இயேசுவையும் அறிவதே நித்திய ஜீவன் என்று வேதம் சொல்லுது. அவரை விட்டு விட்டு அவரை தவிர்த்து விட்டு ஒரு மனுஷன் எந்த சிலையை உண்டாக்கி வணங்கினாலும் அது பாவமே, அது தேவனுக்கு பிரியம் கிடையாது. உதாரணமா யோசிச்சு பாருங்க, நீங்க உயிரோடு வீட்டுக்குள்ள இருக்கீங்க, உங்க பிள்ளை உங்ககிட்ட பேச மாட்டேங்கிறான், உங்களை மாதிரியே ஒரு வேக்ஸ்ல ஒரு சிலையை செய்து, மெழுகுல ஒரு சிலை செய்து அதுகிட்ட பேசிட்டு இருக்கான்னு வச்சுக்கிட்டுங்களேன், உங்களுக்கு எப்படி இருக்கும்? அதுக்கு சாப்பாடு ஊட்டுறான், அதுக்கு பால் ஊத்துறான், அதுக்கு அவன் பூஜை செய்யறான், அதுக்கு முன்னாடி விழுந்து வணங்குறான், நீதான் என்ன உண்டாக்குன. நாம் அதை ஆமோதிப்போமா, ஒத்துக்கொள்வோமா? நான் சொல்றேன், நான் இங்க உயிரோடு இருக்கேன்பா, நான் உயிரோடு இருக்கும்போது நீ ஏன் என்ன போலவே நீ சிலை செஞ்சாலும் அது அங்கீகரிக்கப்படாதது. ஆண்டவரை கோபமூற்ற பாவத்துல பெரிய பாவம் என்னன்னா சிலை வழிபாடு. அதனால ஒருவேளை இன்றைக்கு தெரியாம நீங்க அதை செஞ்சிருக்கலாம், அறியாம செஞ்சிருக்கலாம். நான் உங்களுக்கு சொல்லுகிறேன், நாம கையினால் செய்த சொரூபங்களை நாம் ஆராதிக்க வேண்டிய அவசியம் இல்லை. ஏனென்றால் நம்ம எவ்வளவு அழகாக சொரூபங்களை நம்ம வடிவமைத்தாலும் அது கண்ணு வைக்கலாம், ஆனா அந்த கண்ணு பார்க்காது. காது வைக்கலாம், காது கேட்காது. வாய் வைக்கலாம், ஆனா வாய் பேசாது. அது கை இருக்கலாம், ஆனா கை செயல்படாது. கால் இருக்கலாம், அது நடக்காது, அதுக்கு உயிர் இல்லை. ஆனா நம்ம எல்லாரையும் உண்டாக்கின பூமி அது நிறைவையும் சிருஷ்டித்த ஒரு ஜீவனுள்ள தேவன் இருக்கிறார். அவர் நேற்றும் இன்றும் என்றும் மாறாதவர், அவருக்கு சாவே இல்லை. நித்திய சக்கராதிபதி நம்முடைய தேவன். அந்த தேவனை ஆராதிக்கணும். வேதம் சொல்லுகிறது, தேவனை தொழுது கொள்ளுகிற அவருடைய ஆவியோடு உண்மையோடு தொழுது கொள்ளுவாங்க. சிலைய பார்த்து நாம கடவுளை நினைக்கணும்னு வேதம் சொல்லல. நம்முடைய சிந்தனைகளில் என்றென்றும் ஜீவனோடு இருக்கிற தேவனை நினைவு கொள்ள வேண்டும் என்று வேதம் சொல்லுகிறது. நம்முடைய சிந்தனைகளை கர்த்தர் நிரம்பணும். 28ஆம் வசனம் பாருங்க, அதே ரோமர் 1:28, தேவனை அறியும் அறிவை பற்றி கொண்டிருக்க அவர்களுக்கு மனதில்லாதபடியால். தேவனை பற்றி சிந்திக்கவும் அவரை நினைக்கவும் அவர்களுக்கு மனதில்லாம போயிடுச்சுன்னு சொல்லி போட்டிருக்கு. நம்முடைய மனம் எதற்கு நேரா திருமணம்னு கேட்டா, சிருஷ்டிக்கப்பட்டவைகளை அல்ல, சிருஷ்டித்த தேவனை. ஹல்லேலூயா. சில வெளியில வீடுகள்ல சில வேதனையான காரியங்கள் இருக்கும். ஒரு பிள்ளை அப்பாட்ட கெஞ்சிருக்கும், அப்பா எனக்கு நீங்க ஒரு மொபைல் வாங்கி கொடுங்க, எனக்கு ஒரு லேப்டாப் வாங்கி கொடுங்க, நான் நல்லா படிக்கணும், எனக்கு எல்லாம் படிப்பையுமே எனக்கு எதுல தான் கொடுக்குறாங்க, லேப்டாப்ல தான் பார்க்க சொல்றாங்க, எனக்கு மொபைல் வேணும். சரி, நீங்க ஒண்ணு என்ன பண்ணீங்க, கஷ்டப்பட்டு மொபைல் வாங்கி கொடுத்தீங்க, லேப்டாப் வாங்கி கொடுத்தீங்க. ஆனா நீங்க வாங்கி கொடுத்த நாள்ல இருந்து அந்த பிள்ளை உங்ககிட்ட பேசுறது இல்ல, வெறும் மொபைலும் கையுமாமே சுத்திட்டு இருக்கிறான்னா பரவாயில்ல, நம்ம வாங்கி கொடுத்த மொபைல்லே மூழ்கிட்டானே, எவ்வளவு நல்ல பிள்ளை நம்ம சொல்லுவோமா? இல்ல. அதே போல தேவனை மறந்து விட்டு அவர் உண்டாக்கி வைத்த சிருஷ்டிகளை ஒரு மனுஷன் ஆராதிக்கும் போது தேவன் மகிழ மாட்டார், வேதனைப்படுவார். என் கையின் கிரியைகளை போட்டு வணங்கிட்டு இருக்கான், என்ன நினைக்கலையே, இவைகளை உண்டாக்கின கர்த்தரை நினைக்கலையே. പ്രാർത്ഥിക്കാം.
സ്തോത്രം പിതാവേ, സ്തോത്രം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ, ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന സന്തോഷവും സമാധാനവും സുഖവും അനുഭവിക്കാൻ കഴിയാതെ ഈ ഭൂമിയിൽ മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനം, ഈ ഭൂമിയിലുള്ള കള്ള അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന പുരോഹിതന്മാർ, അവരുടെ സിമ്പതികളായി നടക്കുന്ന കന്യാസ്ത്രീമാർ, അവരുടെ ഉപദേശം കേട്ട് നടക്കുന്ന ഒരു കൂട്ടം ജനം, ഈ ജനത്തിന് സത്യമെന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ സാത്താനുടെ കണ്ണുകളെ കെട്ടിയിരിക്കുന്ന മറിയയുടെ പേരിലും അപ്പോസ്തലന്മാരുടെ പേരിലും കർത്താവേ, ഇവരിലേക്ക് അങ്ങയുടെ ശക്തമായ കര നീട്ടണമേ. ഇവർ സത്യം തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തു കാൽവരി കുരിശിൽ നേടിത്തന്ന ആ സന്തോഷവും സമാധാനവും സുഖം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ഇവരെ സന്ദർശിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങനെ അങ്ങയുടെ ആത്മാവിനെ ഇവരിലേക്ക് അയച്ച് ഇവർ സത്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇവിടെ കണ്ണുകളെ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. ഇവരെ വഞ്ചിച്ച സാത്താൻ്റെ പിടിയിൽ നിന്ന് വരെ രക്ഷിക്കണമേ എന്ന് ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഈ സുവിശേഷം കേൾക്കുവാൻ ആർക്കെല്ലാം ഭാഗ്യം ലഭിച്ചു, അവ കേൾക്കുന്ന എല്ലാ മക്കളും മാനസാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വവും മാനവും പൂഴ്ചയും സ്തോത്രവും എല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ നിങ്ങളെ സമർപ്പിക്കുക. ആരെങ്കിലും രോഗിയാണോ, എന്തായാലും എല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ മാത്രം ശരണം പ്രാപിക്കുക. ദൈവം സകലത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. സ്തോത്രം. പലരും പറയും, അമ്മയെ ഇല്ലാതെ എങ്ങനെയാണെന്ന്. അമ്മയില്ലാതെ ഒന്നുമില്ല. അമ്മ എന്നുമുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അമ്മ കർത്താവ് തിരഞ്ഞെടുത്ത സഭയിൽ. എന്നാൽ അമ്മ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം. അന്ന് അമ്മ സഭയിലുണ്ടായിരുന്നു. അന്നവർ അന്യഭാഷ സംസാരിച്ചിരുന്നു. അന്നവർ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചിരുന്നു. അത് അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ.